ഓൺലൈൻ ക്ലാസ്സുകൾ ഒഴിവാക്കാൻ പറ്റാത്ത കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് CA, CMA, CS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ പല കുട്ടികളും ഈ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എത്ര മണിക്കൂറാണ് ക്ലാസ് ഉള്ളതെന്നുള്ളതാണ്. അതിലെനിക്ക് കാര്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഓരോ ഫാക്കൾട്ടിയും അവരുടെ കൺവേ ചെയ്യുന്ന രീതി, ടോപ്പിക്ക് കൺവേ ചെയ്യുന്ന രീതി, അവർ പഠിപ്പിക്കുന്ന രീതി, കുട്ടികളുമായിട്ട് സംവദിക്കുന്ന രീതി, പിന്നെ ആ ടോപ്പിക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന രീതി, പല ഫാക്കൾട്ടീസിനും പല രീതികളായിരിക്കും. അപ്പോൾ പക്ഷേ അത് ചില ആൾക്കാർ 150 മണിക്കൂറിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ 120 ചില ആൾക്കാർ 90 ഉണ്ടാവും. അപ്പോൾ ഒരു ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഒരു ടോപ്പിക്കിന് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഇല്ല. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് 100 മണിക്കൂർ, 150 മണിക്കൂർ, 200 മണിക്കൂറൊക്കെ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു ചടങ്ങുണ്ട്. പക്ഷേ നമ്മൾ തന്നെ ആലോചിക്കുക, നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബോറടിയും ഇല്ലാതെ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, സ്ക്രീനിൻ്റെ മുന്നിൽ ഒരു പരിധിയിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാതെ തന്നെ കാര്യങ്ങൾ കൺവേ ചെയ്ത് കിട്ടുന്ന മിനിമം ടൈമിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന രീതിയിൽ ക്ലാസ് കൺവേ ചെയ്യുന്ന രീതിയാണ് APS ഫോളോ ചെയ്യുന്നത്. അപ്പോൾ APSൻ്റെ ഓൺലൈൻ ക്ലാസ്സിന് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര അവേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ടോ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ മിനിമം ടൈമിൽ മാക്സിമം പ്രൊഡക്ടിവിറ്റി അഷ്വർ ചെയ്യുന്ന ക്ലാസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അല്ലാതെ കുറേ സമയം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാറ്റിയിട്ട് കുറച്ച് സമയമാണെങ്കിലും പ്രൊഡക്റ്റീവായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന, നമ്മളെ മുന്നിൽ എത്ര ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഒരു നേരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണത്തിന് എന്തുണ്ട്, ലിമിറ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് ഭക്ഷണം മുന്നിൽ കണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ നമുക്ക് ഭക്ഷണത്തോടെ തന്നെ എന്ത് വരും, മടുപ്പ് വരും. അത് പഠിക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സമയം ലെക്ചർ അടിച്ച് അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനോട് നമുക്ക് എന്ത് വരും, ഒരു മടുപ്പ് വരും. പിന്നെ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ, റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഏത് ഭാഗത്താണ് ഫാക്കൾട്ടി പറയുന്നത് ആവശ്യമുള്ളത്, ഏത് ഭാഗത്താണ് ആവശ്യമില്ലാത്തതെന്ന് അറിയണമെങ്കിൽ ഇത് മുഴുവൻ കാണേണ്ടി വരും. അപ്പോൾ അത്രയും ടൈം നമുക്ക് എന്താണ്, അനാവശ്യ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ മിനിമം ടൈം, മാക്സിമം പ്രൊഡക്ടിവിറ്റി. സെയിം ടോപ്പിക് തന്നെയാണ് നമ്മളും പഠിപ്പിക്കുന്നത്, സെയിം സിലബസ് തന്നെയാണ്, സെയിം എക്സാമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ APS ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്, സെയിം ബട്ട് വി ആർ ഡിഫറെൻറ്റ്. താങ്ക് യു.